ഇതൊക്കെ എയർ കണ്ടീഷനാണ് കേട്ടോ ഫുള്ള്. വാ പൊളി. ഇവിടെ എല്ലാം വെജിറ്റബിൾ സെക്ഷനാണ് കേട്ടോ. സ്റ്റേഷനറി, പച്ചക്കറി, വെജിറ്റബിൾസ് ആണ് അങ്ങോട്ട്. ദുബായിലൊക്കെ കാണുന്നതിൻ്റെ അത്രയൊന്നും ഇല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന മോഡേൺ മാർക്കറ്റ് നമ്മുടെ നാട്ടിലും വന്നിരിക്കുകയാണ്. ഫ്രണ്ട്സ്, എറണാകുളത്താണ്. എറണാകുളം മാർക്കറ്റ് റോഡിൽ പഴയ ഒരു മാർക്കറ്റാണ് കേട്ടോ. അത് പുതുക്കിപ്പണിഞ്ഞതാണ് കേട്ടോ. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ എറണാകുളം മാർക്കറ്റ് കോംപ്ലക്സ് ആണ്. നമ്മൾ ഞായറാഴ്ചയാണ് വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം കാലിയാണ്, തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇതുവരെ അകത്ത് കയറിയില്ല. നമുക്ക് അകത്തൊന്ന് കയറി നോക്കാം അകത്തും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. ചുറ്റും ഷോപ്പുകളുണ്ട്, പക്ഷേ ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല. ഞായറാഴ്ച അതിനെ കൊണ്ടായിരിക്കും ചിലപ്പം ഷോപ്പുകളൊന്നും തുടങ്ങി കാണത്തില്ല. കാരണം ഇന്നലെ ഓപ്പൺ ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ. ഇതുവഴിയും കയറാം, അതുവഴിയും കയറാം. എല്ലായിടത്തും എൻട്രി ഉണ്ട്. നമുക്ക് എന്തായാലും ഇതുവഴി ഒന്ന് കയറി നോക്കാം. വെളിയിൽ നിന്ന് കാണുമ്പോൾ വേറെ ലുക്ക് അല്ലേ, ഒരു പഴയ ഒരു തറവാട് ലുക്കൊക്കെ അല്ലേ, പഴയ കൊട്ടാര ലുക്കിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത്. ഇവിടെയൊക്കെ എല്ലാം ഷോപ്പുകളുണ്ട് കേട്ടോ. 171ാമത്തെ ഷോപ്പാണ് ഇത്. 172, 170. ഇതിൻ്റെ ചുറ്റും അങ്ങനെ ഷോപ്പുകളുണ്ട്. പക്ഷെ ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഇന്ന് ഞായറാഴ്ച ആനെ കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇന്നലെ ഇത് ഉദ്ഘാടനം കഴിഞ്ഞേ കേട്ടുള്ളൂ കേട്ടോ. ഷോപ്പുകൾ ഇവർ ചിലപ്പം എടുത്ത് തുടങ്ങിയിട്ടേ കാണും. ഇതൊരു മാർക്കറ്റിൽ തന്നെയാണ്. ഇവിടെ ഒരു ഷോപ്പ് ഓപ്പൺ ആയിട്ട് 177ാമത്തെ ഒരു ഷോപ്പാണ്. നമുക്ക് അകത്തോട്ട് കയറാം. അതോട്ട് കയറി വരുമ്പം തന്നെ വൗ, നമ്മളിൽ വീഡിയോയിലൊക്കെ കാണുന്ന കണക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്ന കണക്കാണ്. ഞായറാഴ്ച അതുകൊണ്ടാണ് കേട്ടോ തിരക്ക് കുറവ്. ഇവിടെ എല്ലാം വെജിറ്റബിൾ സെക്ഷനാണ് കേട്ടോ. സ്റ്റേഷനറി, പച്ചക്കറി, വെജിറ്റബിൾസ് ആണ് അങ്ങോട്ട്. ഓരോന്നും ഓരോ സെക്ഷനിലാണ് കേട്ടോ. സ്റ്റേഷനറി, വെജിറ്റബിൾ, ഫ്രൂട്ട്സ് അതൊക്കെയാണ് ഇവിടെ. ഓരോ സ്റ്റാളുകളുണ്ട്. ഇതൊക്കെ വെജിറ്റബിൾ, കൊച്ചിൻ ഫ്രൂട്ട്സ് ഉണ്ട്. ഇത് അടുത്തൊരു VAV വെജിറ്റബിൾ. 10 വെജിറ്റബിൾ സെക്ഷനാണ് കേട്ടോ ഇവിടെയും. പക്ഷേ തിരക്കുണ്ടായിരുന്നൊന്നും കൂടെ ഗുമ്മായാനല്ലേ. ഓക്കെ, ഇവിടെ ഇതെല്ലാം വെജിറ്റബിൾ സെക്ഷനാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് പോകാം. ഇതിൻ്റെ അപ്പുറത്തെ വശത്ത് എന്താണെന്ന് നോക്കാം. ഇവിടെയും ഷോപ്പുകളാണ് കേട്ടോ. ഇവിടെ അതേപോലെ തന്നെ. ഇത് കൊള്ളാം കേട്ടോ. റൗണ്ട് അടിച്ചിട്ടാണ് പോകുന്നത്. ഇത് മേളിലൊക്കെ എന്താണെന്ന് നമുക്ക് മേളിലോട്ടൊക്കെ കയറി നോക്കാം. ഇത് 131ാമത്തെ സ്റ്റാളാണ്. ഇത് ആക്റ്റീവ് ആവാൻ അടിപൊളിയായിരിക്കും കേട്ടോ. പക്ഷേ ഇതേപോലെ കിടക്കണം, അതാണ് എനിക്ക് സംശയം. നമ്മുടെ നാട്ടിൽ എല്ലാ സാധനങ്ങളും കൊണ്ടുവരും, പക്ഷേ അത് എത്ര നാൾ അതേപോലെ കിടക്കുമെന്ന് അറിയത്തില്ല. ഇപ്പം നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കിടക്കണം. കാരണം ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ വേസ്റ്റ് ബിന്നൊക്കെ ഉണ്ട് ഇവിടെ. അതിലൊക്കെ കറക്റ്റ് വേസ്റ്റ് ബിൻ ഇട്ടാൽ മതിയായിരുന്നു. ഇതിൻ്റെ മേലോട്ട് എങ്ങനെയാണ് കയറുന്നതെന്ന് അറിയാൻ കഴിയില്ല. ഇവിടെ എല്ലാം വെജിറ്റബിൾ സെക്ഷനാണ് കേട്ടോ. അടി മൊത്തവും വെജിറ്റബിളും ഫ്രൂട്ട്സും സെക്ഷനാണ്. എല്ലാ സ്റ്റാളിൻ്റെ മേളിലും ഫാനുണ്ട് കേട്ടോ. ഫാനുണ്ട്, അതുപോലെ കറണ്ടിൻ്റെ ഫ്ലഗ്, മീറ്റർ. ഓരോ സ്റ്റാളിനും ഓരോ മീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മീറ്റർ, ഫ്ലഗുണ്ട്, കാര്യങ്ങളാണ്. വിശാലമായി നീണ്ടു നിവർന്ന് നടക്കുന്നതാണല്ലോ. ഇത് 54ാമത്തെ സ്റ്റാളാണ്. ഒരു സ്റ്റാളിന് അനുസരിച്ചിട്ടായിരിക്കും റേറ്റ്. അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയാൻ വയ്യ. കണ്ടോ, വിശാലമായി കിടക്കണം. ഒരുപാടുണ്ട് കേട്ടോ. എല്ലാം കാണാം. അതുപോലെ ഇതിൻ്റെ മേളിലോട്ട് എങ്ങനെയാണ് കയറുന്നത്. ഇവിടെ കരമാലിന്യ സംസ്കരണ യൂണിറ്റും ഉണ്ട് കേട്ടോ. അവിടെ തന്നെ ഉണ്ട്. പിന്നെ വലിയ ജനറേറ്ററുണ്ട്. അതുകൊണ്ട് ഇവിടെ കറണ്ട് പോകാനുള്ള സാധ്യതയില്ല കേട്ടോ. മേളിൽ കയറാം, കയറാം. പക്ഷേ അവിടെ നിന്ന് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെന്നാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ലിഫ്റ്റ് ഉണ്ട് കേട്ടോ. ലിഫ്റ്റുണ്ട്, സ്റ്റെപ്പും ഉണ്ട്. അടിപൊളിയായിട്ടാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. നല്ല ക്വാളിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഫയറിൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റപ്പൊക്കെ ഉണ്ട്. CCTV ക്യാമറ ഉണ്ട്. ഇതേപോലെ നിന്നാൽ മതിയായിരുന്നു. ഓക്കെ, ഇവിടെ തന്നെ ആയിരിക്കും മേളിലോട്ട് കയറാനുള്ള വഴി. യെസ്, ഇവിടുന്ന് തന്നെയാണ് മേലോട്ട് കയറാനുള്ള വഴി. അങ്ങനെ മുകളിലത്തെ നിലയിലെത്തി. ഓക്കെ, ഇവിടെ മത്സ്യം, മാംസം ഒക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതെല്ലാം എയർ കണ്ടീഷനായിരിക്കും. തുറന്നു വന്നല്ലോ.
ഓക്കെ ഓക്കെ, ഇത് എയർ കണ്ടീഷനാണ് കേട്ടോ. തിരിച്ചറിയപ്പോഴും തുറന്നിറങ്ങേ, ആരും ഇല്ലെന്നും പറഞ്ഞ് പൂട്ടിക്കൊണ്ട് പോലും. ഓ, ഇതെല്ലാം ക്ലോസ്ഡ് ആണ് കേട്ടോ, ഗ്ലാസ് ആണല്ലോ. ഇതൊക്കെ എയർ കണ്ടീഷനാണ് കേട്ടോ ഫുള്ള്. വാ പൊളി മോനെ, വിദേശ രാജ്യങ്ങളിൽ നമ്മൾ വീഡിയോയിൽ കാണുന്നതൊക്കെ തന്നെ കേട്ടോ. ദുബായിലൊക്കെ കാണുന്നതിൻ്റെ അത്രയൊന്നും ഇല്ലെങ്കിലും നമ്മളെ നാട്ടിൽ ഇത്ര സെറ്റപ്പായിട്ട് വരുമെന്ന് വിചാരിച്ചില്ല. അടിപൊളി കേട്ടോ. ഇതൊക്കെ മീൻ ഇറച്ചി കാര്യങ്ങളൊക്കെയാണ്. എ സിയുടെ വെന്റിലേഷൻ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഫാനും ഉണ്ട്, എ സി ഉണ്ട്, ഫയറിൻ്റെ കാര്യങ്ങളുണ്ട്, സ്വിച്ചും കാര്യങ്ങളും മീറ്ററും എല്ലാം കാര്യം ഉണ്ട്. പൈപ്പിൻ്റെ സെറ്റപ്പ് ഉണ്ട്, വെള്ളത്തിൻ്റെ സെറ്റപ്പ് ഉണ്ട്. ഉണ്ടോ, ഒരു വെള്ളമുണ്ട്, വെള്ളം വരെ എപ്പോഴും വന്നു തുടങ്ങി. പക്ഷേ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടൊന്ന് വരണം. പൂളിയേരി എ സിയിൽ ഇറച്ചി മീനൊക്കെ വാങ്ങാം. ലുലു മാളി മാത്രമല്ല കേട്ടോ, ഇതേപോലെ സാധാരണക്കാരെ മാർക്കറ്റിലും എ സി ആയി തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഉണ്ടോ, ഇത് മൊത്തം ഫുൾ എ സിയാണ്, സെൻട്രലൈസ്ഡ് എ സിയാണ് കേട്ടോ. ഇതിനകത്താണ് മീനും ഇറച്ചി വയ്ക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തോട്ട് എന്താണെന്ന് നോക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ, എയർ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ടും ഇതേപോലെ മുമ്പ് നമ്മൾ താഴെ കണ്ട പോലെ ഷട്ടറിട്ട സ്റ്റോറുകളാണ്. ഇവിടെയൊക്കെ ഇതേപോലെ എന്തെങ്കിലും കച്ചവടം ചെയ്യുന്നതായിരിക്കും. ഫുൾ ആക്റ്റീവ് ആവുമ്പം അടിപൊളി തിരക്കായിരിക്കും അല്ലേ. ഇവിടുന്ന് താഴേക്ക് പോകുമ്പോൾ നമ്മൾ മുമ്പേ നടന്ന് കണ്ട സ്ഥലമാണ്. വാട്ട് എ ബ്യൂട്ടി, വാട്ട് എ ചേഞ്ച്, വാട്ട് എ മാറ്റം. ഇത്രയും കാണാൻ ഭയങ്കര സന്തോഷമുണ്ടെങ്കിലും ഇതുപോലെ നിലനിൽക്കണം അല്ലേ. ഇവിടെയൊക്കെ എപ്പോഴും നല്ല വൃത്തിയിൽ, സ്മെല്ലൊന്നും ഇല്ലാതെ നല്ല ക്വാളിറ്റിയിൽ ഇതേപോലെ നിർത്തി അടിപൊളിയായിരിക്കും. നമുക്ക് മേളിലായിട്ടും കൂടെ ഒന്ന് കയറി നോക്കാം. ഇനിയും മേളിലൊരു നിലയും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കയറി അവിടുത്തെ കാഴ്ച കാണാം. ഇത് ബാൽക്കണിയുണ്ട്. ബാൽക്കണി മാത്രമല്ല, അതിൻ്റെ സൈഡിൽ നിന്ന് ഷോപ്പുകൾ കാണുമായിരിക്കും. നോക്കാം. ഇവിടെ നോക്കുമ്പോൾ എറണാകുളം മാർക്കറ്റ് കംപ്ലീറ്റ് കാണാം. വാവ്, ഇവിടുത്തെ നല്ല അടിപൊളി കാഴ്ചയാണല്ലേ. അടിപൊളി മക്കളെ. കേട്ടോ, ഇതൊക്കെ ഷോപ്പുകളാണ്. 188ാമത്തെ ഷോപ്പുകളാട്ടോ. ഇവിടെയൊക്കെ വൃത്തിയായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത് പൂർണ്ണതോതിൽ ആക്റ്റീവായി വരാൻ ഇനി 1 മാസത്തിന് മേളിൽ എടുക്കും കേട്ടോ. അങ്ങനെ ഏറ്റവും ടോപ്പിലെത്തി. ഇവിടെ വിശാലമായ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശമാണ്. ഇത് പാർക്കിംഗ് അല്ലല്ലേ? അല്ല, പാർക്കിംഗ് അല്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും, എന്തെങ്കിലും പരിപാടി ആയിരിക്കും. ഉണ്ട്, ഇത്രയും വലിപ്പമുണ്ട് കേട്ടോ. ആണോ, ഏറ്റവും താഴത്തെ പച്ചക്കറി കടയിൽ ഇന്നലെ തുടങ്ങിയുള്ളൂ. പച്ചക്കറി കടയൊക്കെ ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ അല്ല, ഫസ്റ്റ് ഫ്ലോറാണ്. ഫസ്റ്റ് ഫ്ലോറിനാണ് ഈ ഭാഗത്താണ് ഫുൾ എയർ കണ്ടീഷനുള്ള മീനും ഇറച്ചിയൊക്കെ വയ്ക്കുന്ന സ്ഥലം. ഇതിൻ്റെ മേളിൽ ഒന്നും കൂടെ ഉണ്ടോ? ഇതിൻ്റെ മേളിൽ ഇനിയുണ്ട് കേട്ടോ, ഒരു നിലയും കൂടെ. അങ്ങനെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. ഇതും നമ്മൾ താഴെ കണ്ടതുപോലെ പ്ലെയിനായിട്ട് കിടക്കുകയാണ്. ഇവിടെ ഭാവിയിൽ ഷോപ്പുകൾ വരും കേട്ടോ. ഏറ്റവും താഴെയൊക്കെ കണ്ടതുപോലെ ഭാവിയിൽ ഷോപ്പുകൾ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഫുഡ് കോർട്ടാക്കിയാൽ കൊള്ളാമായിരുന്നല്ലേ. അങ്ങനെയുണ്ട് ഐഡിയ. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ കണ്ട ആ മാർക്കറ്റ് ഏരിയ ഒക്കെ കംപ്ലീറ്റ് കാണാം. നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഓപ്പണായി കിടക്കാണ്, നമുക്ക് അകത്തോട്ട് കയറാം. അതിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട് കേട്ടോ. വാവ്, ഇവിടെ നിന്നുള്ള കാഴ്ച അടിപൊളിയാണല്ലേ. ക്ലോക്ക് ടവർ ഉണ്ടായിരുന്നു. ഇതാണ് ഏറ്റവും മേളത്തെ കാഴ്ച. ലിഫ്റ്റ്, ഏറ്റവും മേളിൽ കയറിയപ്പോഴാണല്ലോ ഞാൻ ലിഫ്റ്റ് കണ്ടത്. ലിഫ്റ്റ് ഉണ്ട് ഗൈസ്, ലിഫ്റ്റ് ഈ വശത്താണ് കേട്ടോ. മാർക്കറ്റിൽ ഈ ഭാഗത്ത് വെളി ഭാഗത്തായിട്ടാണ് ലിഫ്റ്റ് വരുന്നത്. വർക്കിംഗ് അല്ല തോന്നുന്നു.
ആ വർക്കിംഗ് തന്നെയാണ്. അതാ കയറി വരുന്നുണ്ട്. തെന്നിയടിച്ച് വീണ വെള്ളം കിടക്കുന്നു. മാറില്ലല്ലോ, ടൈൽ മാറില്ല. ഗ്രൗണ്ട് ഫ്ലോർ. ഏറ്റവും താഴെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഏതൊക്കെ ഫ്ലോറിലാണെന്ന്. ഗ്രൗണ്ട് ഫ്ലോറിൽ സ്റ്റേഷനറി, വാഴപ്പഴം, പച്ചക്കറി, മുട്ടകൾ, പഴങ്ങൾ. ഫസ്റ്റ് ഫ്ലോറിൽ സ്റ്റേഷനറി, വാഴപ്പഴം, മത്സ്യം, മാംസം, പോൾട്രി. പാർക്കിംഗ് ബേസ്മെൻറ്റ് ഫ്ലോർ. ഇതിൻ്റെ അടിയിൽ പാർക്കിംഗ് ഉണ്ട്. അതും കൂടെ ഒന്ന് കാണാം. അതിൻ്റെ അടിയിൽ പോകാം നമുക്ക്. ഇവിടെ തെന്നുന്നില്ല, എന്ത് പറ്റുന്നു? അടി പാർക്കിംഗ് ഉണ്ട്. പാർക്കിംഗ് വിശാലമാണെന്ന് നോക്കാം. ഓക്കെ. അടിയിലത്തെ ഫ്ലോർ ഫുള്ള് പാർക്കിംഗ് ആണ് കേട്ടോ. ഇത്രത്തോളം വിശാലമായ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ബൈക്കുകൾക്കും പാർക്കിംഗ് ഉണ്ട്. അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത്രത്തോളം വലിയ പാർക്കിംഗ് സൗകര്യമുണ്ട്. 2 സൈഡ് ഓപ്പൺ ലിഫ്റ്റാണ് കേട്ടോ. എന്താ കരയുന്നത്? ഭയങ്കര കരച്ചില്ലല്ലേ? എന്തിനാടാ കരയുന്നത്? വയ്യേ? ഇതിന് കുഴപ്പമില്ലല്ലേ? ഇതിന് കുഴപ്പമില്ല. ഭയങ്കര കരച്ച്. രണ്ടിടത്തും തുറന്നു കേട്ടോ ഒരുമിച്ച്. ഇത് ഞാൻ അപ്പുറത്ത് വന്നത്. ഫസ്റ്റ് ഫ്ലോർ അല്ല, ഗ്രൗണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ട് ഗൈസ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇവിടെ മാത്രമല്ല കേട്ടോ 2 വേ ഓപ്പൺ. ഫസ്റ്റ് മറ്റു ഫ്ലോറിൽ 1 സൈഡ് മാത്രമേ ഓപ്പൺ.